ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തെന്ന വലിയ വാർത്തയിലേക്കാണ് ഇനി. കടകംപള്ളിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴുള്ള മൊഴികൾ കടകംപള്ളിക്കെതിരെയാണോ എന്നാണ് അറിയേണ്ടത്. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. വിനിത വേണു വിവരങ്ങൾ നൽകും. വിനിത, കടകംപള്ളിയെ ചോദ്യം ചെയ്തിരിക്കുന്നു SIT. എപ്പോഴാണ് ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത്? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കം നടത്തിയിരിക്കുന്നു SIT എന്നതാണ് ഏറ്റവും നിർണായകമായ വിവരം. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നു എന്ന നിർണായകമായ വിവരമാണ് പുറത്തുവരുന്നത്. ശനിയാഴ്ചയാണ് SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ നിർണായകമായ മൊഴികൾ ഉൾപ്പെടെ ഉണ്ടെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാനായിരുന്നില്ല. ഇതിനിടയിലാണ് SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഡി മണി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിക്കുന്നതിന് തൊട്ടു മുൻപായാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്നുള്ള നിർണായകമായ വിവരങ്ങൾ വരുന്നു. ഒപ്പം PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും സ്വർണ്ണക്കൊള്ളയിൽ നിർണായകമായ നീക്കം എന്ന് തന്നെ നമുക്ക് പറയണം. ഏറ്റവും നിർണായകമായ നീക്കം തന്നെയാണ്. മുകളിലേക്ക് നീങ്ങുന്നു SIT എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2019 സ്വർണ്ണക്കൊള്ള നടന്ന കാലത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു SIT എന്നുള്ള വിവരമാണ്. അത് ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്യൽ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഹരിമോഹനുണ്ട്. ഹരിമോഹൻ, കടകംപള്ളിയും ചോദ്യം ചെയ്തു. ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ശനിയാഴ്ച ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? സ്മൃതി, കൃത്യമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിട്ടുള്ള A പത്മകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ നടന്നതെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മുൻ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത്, രണ്ടുപേരുടെയും ചോദ്യം ചെയ്യൽ ശനിയാഴ്ചയാണ് പൂർത്തീകരിച്ചത്. ഇവരുള്ള സ്ഥലത്തേക്ക് നേരിട്ടെത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ദേവസ്വം ബോർഡിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച അപേക്ഷയിൽ പിന്നീട് ഫയൽ നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ളത് SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ആ ഫയൽ നീക്കത്തിന് ചുക്കാൻ പിടിച്ചു. പക്ഷേ ആ ഫയൽ നീക്കത്തിനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണോ എന്നതടക്കമുള്ള ചില സംശയങ്ങൾ, ചില മൊഴികളൊക്കെ തന്നെ ഇതിനോടകം SITക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ 2019 സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള PS പ്രശാന്ത്, അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ PS പ്രശാന്ത് 2024-ലും 25-ലും സ്വർണം പൂശാനായി പാളികൾ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ആദ്യം പാളികൾ കൊടുത്തുവിടുന്നതിന് വേണ്ടി, കേരളത്തിന് പുറത്തേക്ക് പാളികൾ കൊടുത്തുവിടുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം, അതും ഉണ്ണികൃഷ്ണൻ പൂച്ചിയുടെ കൈകളിൽ കൊടുത്തുവിടുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ആദ്യം എടുക്കുകയും പിന്നീട് ആ തീരുമാനം അന്നുണ്ടായിരുന്ന തിരുവാഭരണം കമ്മീഷണർ തിരുത്തുകയും ചെയ്തു. ആ തിരുത്തിയത് ഏത് സാഹചര്യത്തിലാണ് എന്ന് അറിയുന്നതിന് കൂടി വേണ്ടിയാണ് പ്രശാന്തിനെ ചോദ്യം ചെയ്തത് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു മുൻ മന്ത്രിയിലേക്ക് അന്വേഷണം പോകുന്നില്ല, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് വളരെ രഹസ്യ സ്വഭാവത്തിൽ SIT ശനിയാഴ്ച ഈ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടക്കുന്ന ആഴ്ച തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ നടന്നത്. ഇന്നിടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയായിരുന്നു 2 ദിവസം മുമ്പ് ആ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചത്. ഈ ദേവസ്വം വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നതല്ല. അതെല്ലാം ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. തനിക്ക് അതേക്കുറിച്ചൊന്നും അറിയില്ല എന്നതടക്കമുള്ള മറുപടികൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതായിട്ടുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ദേവസ്വം വകുപ്പിലേക്ക് വന്നിട്ടുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദേവസ്വം വകുപ്പ് ഒരു തരത്തിലുള്ള തീരുമാനവും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, അതിനകത്ത് കൂടുതൽ ഇടപെടലുകൾ ഒന്നും തന്നെ തന്റെ ഓഫീസിൽ നിന്ന് നടത്തിയിട്ടില്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് ഇനിയിപ്പോൾ അറിയേണ്ടത് എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തൊക്കെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് SIT കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതെന്നുള്ളതാണ്. ഒരു പത്മകുമാറിന്റെ മൊഴിക്ക് അപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും SITയുടെ പക്കലുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇന്ന് പത്മകുമാർ പറഞ്ഞത് ദൈവതുല്യർ ആരാണെന്നുള്ള ചോദ്യത്തിനൊക്കെ തന്നെ അതിന് മറുപടികൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ആരുടെയും പേരെടുത്ത് പറഞ്ഞിരുന്നില്ല. പക്ഷേ SITയോട് പത്മകുമാർ എല്ലാം പറഞ്ഞിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് അനുമാനിക്കാൻ കഴിയുക. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ടാവുക എന്നുള്ളത് കൂടിയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ്. അതിൽ ഉന്നതർ ആരാണെന്നുള്ള ചോദ്യം, മന്ത്രിയാണോ തന്ത്രിയാണോ ഉന്നതൻ എന്നുള്ള ചോദ്യം നിലനിൽക്കൂടിയാണ് മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും നോക്കിക്കാണേണ്ടുന്ന
ഒരു കാര്യമാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ചേർന്ന് എടുത്തിട്ടുണ്ട്. അത് എന്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചോദ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിപ്പോൾ ഒരു ചോദ്യം ചെയ്യൽ കൊണ്ട് അവസാനിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ചോദ്യം. അതായത് SIT ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുള്ള ആ മൊഴി അടക്കമുള്ള വിവരങ്ങൾ പരിശോധിച്ച് വീണ്ടും ആവശ്യം വന്നാൽ വെളുപ്പിക്കാനുള്ള സാധ്യത കൂടി ഈ നിമിഷം തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ പരാമർശങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ തൊട്ട് മുൻപായിക്കൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അന്വേഷണത്തിന് അധിക സമയം അനുവദിച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്.